ഒരൊറ്റ വിസിലടുപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര പാനി കൂടി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ 1 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 അച്ച് ശർക്കര വീണ്ടും ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ 1 കിലോ ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. ശർക്കരപ്പാനിയിൽ നമ്മൾ നന്നായിട്ട് അടി പിടിക്കാതെ ഈ ഒരു പായസം നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ ചട്ടകത്തിന് നല്ല നീളം കുറവായതുകൊണ്ട് തന്നെ ചെറിയൊരു പച്ചമട്ടൽ വെട്ടിയെടുത്തിട്ട് അതുമ്മൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയാണ്ടാണ് നമ്മുടെ ചട്ടകം നന്നായിട്ട് വലിപ്പം ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചട്ടകത്തിൻ്റെ പരിപാടികളൊക്കെ മൂപ്പർ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഇത് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് മറിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് 2ാം പാൽ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം നമ്മൾ 1ാം പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു പായസം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫെല്ലു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ ആവാത്തത്, ആയോ റെഡി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സമയമാകുമ്പോഴത്തേനും ആവും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വീണ്ടും പോയി കളിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസൊക്കെ നമ്മൾ നന്നായിട്ട് ഈ ഒരു നെയ്യിൽ ഒഴിച്ചിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നമ്മളെ പായസം, നമ്മളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന പായസം. ആദ്യം മുതൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് പായസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ നിന്ന്. ആദ്യം 1 കിലോ ശർക്കര വേണം. അതുപോലെ തന്നെ 1 കിലോ ചെറുപയർ പരിപ്പും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അണ്ടിയും മുന്തിരിയും അതേപോലെ തന്നെ